പ്രിയമുള്ളവരെ, കക്കാഡൻസ് മീഡിയയുടെ ഏറ്റവും പുതിയ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു പ്രത്യേക വിഷയമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. എന്താണെന്നല്ലേ, നമ്മുടെ ഇടുക്കി ജില്ലയിൽ അണക്കരയിൽ ചെല്ലാർ കോവിലിലുള്ള കെ സ്റ്റേസ് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ആണ്. ഇത് നേരത്തെ ഒരു വീടായിരുന്നു. ആ വീടിനെ ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് വേറൊരു മോഡലിലേക്ക് മാറ്റിയിരിക്കുകയാണ്, ഒരു ഹോം സ്റ്റേ ആയിട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 35 പേർക്ക് നിലവിലിവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെന്നുള്ള 35 ബെഡ് സംവിധാനങ്ങളുണ്ട് ഇവിടെ. 35. പിന്നെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ബെഡ് വേണമെങ്കിൽ കൂട്ടിയിടാനുള്ള സംവിധാനങ്ങൾ വരെയുള്ള ഒരു ഹോം സ്റ്റേ ആണ്. അതായത് നമ്മൾ വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ വന്നു നിന്ന് വളരെ നമ്മുടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഈ അന്തരീക്ഷമൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ 4 ഏക്കറിലുള്ള ഒരു പുരയിടവും അതിന് നടുക്കുള്ള ഒരു സംവിധാനമാണിത്. ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലിയായിട്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഗ്രൂപ്പായിട്ട് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് ആളുകളെ ഉള്ളെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ മാറ്റി കൊടുക്കുന്നതാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ചെല്ലാർകോവിലെ അരുവിക്കുഴി വാട്ടർഫാൾസിൻ്റെ അവിടുന്ന് ഒരു 400 മീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഇവിടെ തൊട്ടപ്പുറത്താണ് അരുവിക്കുഴി വാട്ടർഫാൾസ്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാമക്കൽമേട്, ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ തേക്കടി, ഇതിനെല്ലാം ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ അരുവിക്കുഴി വാട്ടർഫാൾസാണ്. ഈ വാട്ടർഫാൾസിൽ വരുന്നവർക്കും ഇവിടെ തങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ വേസ്റ്റായി പോകത്തില്ല. ഇവിടെ വന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ നമുക്ക് വന്ന് താമസിക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഈ പൂന്തോട്ടം പോലെയുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ കാണാനും കൃഷികളെപ്പറ്റി പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ സന്തോഷമായിട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ ഒരു സംവിധാനത്തിൽ ഇങ്ങനെ ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത് ദി കെ സ്റ്റേസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കും. ഇതിലേക്ക് നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദി കെ സ്റ്റേസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ മുറിയിലേക്കൊക്കെ ഒന്ന് കയറി നോക്കാം. ഇത് ആദ്യമേ നമ്മൾ കയറി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വീകരണ മുറിയാണ്. ഈ സ്വീകരണ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കസേരകൾ എല്ലാം സെറ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ടുണ്ട്. ഇവിടെ ഒരു TV ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഫാന്, പിന്നെ മുൾവശം മുഴുവൻ പാനൽ ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ സ്വീകരണ മുറി. ആ സ്വീകരണ മുറിയുടെ ബാക്കിയായിട്ട് ഇവിടെയും ഇത് കണ്ടോ, ഈ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിശാലമായിട്ടുള്ള ഒരു ചെറിയ ഹാള് പോലെയാണ്. ഇതിൻ്റെ മുകൾ വശത്ത് ഇത് നല്ല കട്ടി കൂടിയ തടി കൊണ്ടുള്ള ഒരു പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അറയും നിലയുടെയൊക്കെ പോലെ തോന്നും. ഇത് കണ്ടോ, നമുക്ക് വലിയ കട്ടിയിൽ ഉള്ളൊരു സംഭവമാണ്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടുന്ന് ഒരു നേരെയുള്ള ഒരു ഇടനാഴി പോലെയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരു സ്റ്റെയർ കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു മുറിയാണ്, ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ വലിയ 2 കട്ടിലാന്ന് നിന്നു വളരെ വിശാലമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുകൾ വശവും തടിയാണ്, വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് ഒരു മുറിയാണ്. ഈ മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മുറിയിൽ അലമാര ഈ സൈഡിൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു വാതിലുണ്ട്. പിന്നെ ഇവിടുന്ന് 2 ബെഡാണ് ഈ സൈഡിൽ. 2 ബെഡുകളുണ്ട്. ഈ 2 താഴെയും മേളിലുമായിട്ട് അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ പുറം സൈഡിൽ ഈ സൈഡിലായിട്ട് ആയിട്ട് ഇവിടെ വന്നിട്ട് ബാത്റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇവിടെ ഒരു ഹാളും ഉണ്ട്. ആ ഹാളിനോട് ചേർന്ന് ടോയ്ലറ്റ് സൗകര്യങ്ങളാണ്. ഒരു 3 ടോയ്ലറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു വഴിയാണ് കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ പുറത്തെ നമ്മുടെ ആ ചെടികളും ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്വീകരണ മുറി വഴി വന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു 2 കട്ടിലിട്ട് ഇട്ടുള്ളൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൻ്റെ മുകൾ വശവും എല്ലാ ബെഡ്റൂമിൻ്റെയും മുകൾ വശം ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇത് തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിന് നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ എനിക്ക് പ്രത്യേകത തോന്നിയത് നല്ല തണുപ്പുണ്ട്. ചൂട് ഒട്ടും തോന്നിക്കുന്നില്ല മുകൾ വശം ഇതായതുകൊണ്ട്. വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ സൈഡിൽ വീണ്ടും ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂം. അവിടെ 2 കട്ടിലിട്ടിട്ട് ഉണ്ട്. ഇതിൻ്റെ മുകൾ വശം പക്ഷേ സാധാരണയാണ്. ഇവിടുന്ന് ജനലുകളുടെ പുറത്ത് താഴത്തെ വിഷ്വലെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ അടുക്കള, വളരെ വിശാലമായിട്ടുള്ള ഒരു അടുക്കള. നമുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ,
ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഈ അടുക്കള യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ വിശാലമായിട്ടുള്ള സൗകര്യത്തിൽ ഒരു അടുക്കളയാണ്. ഇതിന് മുകൾ വശവും ഇതുപോലെ തന്നെ പാനൽ ചെയ്തിട്ടുണ്ട്. കബോർഡുകൾ ഉണ്ട്, ഇവിടെ അലമാര പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ വേറൊരു ഔട്ട്സൈഡ് കിച്ചൺ വർക്ക് ഏരിയ പോലെ ഇവിടെ ഒരു കിച്ചൺ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ അടുക്കള വന്നു തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂം സൗകര്യങ്ങളാണ്. ഇവിടെയാണ് ബാത്റൂം, ടോയ്ലറ്റുകളെല്ലാം വേറെ അകത്ത് സൈഡിലുള്ളത് ഇവിടെയുണ്ട്. ഇവിടെ ഇത് ബാത്റൂമാണ്. ബാത്റൂം നല്ല വിശാലമായ ബാത്റൂം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബാത്റൂമുണ്ട്. അതൊന്ന്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ വീണ്ടും ബാത്റൂം, ഇവിടെ എല്ലാം സംഭവങ്ങളുണ്ട് കേട്ടോ, നിറച്ച് സൗകര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മുറി, ഈ മുറി കഴിഞ്ഞ് ഇവിടെ വിശാലമായിട്ട് വേറൊരു മുറി. ആ മുറിയിൽ ഇതൊരു പത്തായമാണെന്നാണ് പറഞ്ഞത്. പത്തായം അവരുടെ പഴയ വീട്ടുകാരുടെ പഴയ പത്തായത്തിൻ്റെ പുറത്ത് ഒരു ബെഡ് സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ വേറൊരു ബെഡുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടെ വന്നാലും ഈ സൈഡിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതുപോലെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റെയർ മേളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് അവിടെ എന്നാ സംഭവം നോക്കാം. ഈ സ്റ്റെയർ എന്ന് പറഞ്ഞത് ഇത് നമ്മളെ വളരെ രസമാണ്. ഇത് നമ്മൾ വരിക്കാശ്ശേരി മനയിലോട്ടൊക്കെ കയറുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറി കഴിയുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വരിക്കാശ്ശേരി മന ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, നമ്മൾ പോയിട്ടില്ല. പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഒരു സംവിധാനത്തിൽ ഇത് പണിതിരിക്കുന്നത്. ഇവിടെ ഈ മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ 2 ബെഡ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല സൗകര്യമുണ്ട്. ഇതിൻ്റെ മേളത്തെ സംവിധാനമാണ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ബെഡ്റൂം എന്ന് പറയാം. ബെഡ്റൂമിനോട് ചേർന്ന് ഓപ്പണായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് കണ്ട ഓപ്പണായിട്ട് ഇവിടേക്ക് അടുത്ത ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. അവിടെ ബെഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയറിൽ ഇങ്ങോട്ട് കയറി കഴിയുമ്പം ഇവിടെ ഇത് കൊള്ളാം, ട്രെൻഡല്ല ടെൻറ്റ് 2 ടെൻറ്റ് ഇവിടെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് പുറത്ത് കൊണ്ടുപോയി യൂസ് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാം, ഇവിടെ വലിയവർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ തറയിൽ തന്നെ കുറേ ബെഡുകൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. വളരെ വിശാലമായ ഒരു സൗകര്യമാണ് നമ്മുടെ ഈ ചെല്ലാർകോവിലെ ദി കെ സ്റ്റേസ് എന്ന് പറയുന്ന ഈ ഹോംലി റിസോർട്ട് ഹോം സ്റ്റേ ആണ്. ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാം. വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സൗകര്യങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള അടുത്തുള്ള സീനറീസ്, അതായത് അരുവിക്കുഴി വാട്ടർഫാൾസ്, അതുപോലെ തന്നെ ഇവിടുന്ന് രാമക്കൽമേട് വലിയ ദൂരമില്ല, തേക്കടിയും വലിയ ദൂരമില്ല. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് 400 മീറ്റർ ദൂരമേ ഉള്ളൂ അരുവിക്കുഴി വാട്ടർഫാൾസ്. അവിടെ ദിവസേന ടൂറിസ്റ്റുകൾ ഒത്തിരി പേര് വരുന്നവരാണ്. അവർ ബസ് വലിയ വണ്ടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തങ്ങിയിട്ട് 1-2 ദിവസമോ എത്ര തങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ ഫുഡ് നമുക്ക് വേണമെങ്കിൽ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അടുക്കളയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ വിദേശത്തും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ വന്ന് വളരെ ഇതായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നത് പോലെ തന്നെ താമസിക്കാൻ പറ്റിയ അടിപൊളി സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ദി കെ സ്റ്റേസ്. അപ്പം ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. വളരെ നല്ല സൗകര്യങ്ങളോട് കൂടിയ ഇവിടെ വന്ന് താമസിച്ച് എൻജോയ് ചെയ്ത് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് പോകാം. ഇനി ടീമായിട്ടോ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. വലിയ ഓവർ ചാർജൊന്നും ആകുന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചാർജുകളിൽ നമുക്കിവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമുള്ളൊരു അന്തരീക്ഷമാണ്. കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു 4 ഏക്കറിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൃഷിയിടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫാം ടൂറിസം പോലെ തന്നെ നമുക്ക് കൃഷിയിടങ്ങളുണ്ട്, ഇറങ്ങി നടക്കാം. അതുപോലെ തന്നെ പൂന്തോട്ടവും പിന്നെ നമുക്ക് അല്ലാതെ
ശാരീരികക്ഷമതയൊക്കെ കൂട്ടുന്നതിനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വരിക, നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം സംഭവിക്കത്തില്ല. വന്ന് ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നതാണ്. വരിക, വന്ന് അടിച്ചു പൊളിച്ച് പോവുക. ഓക്കെ, താങ്ക് യു.